നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാർത്തകൾ വിശദമായി. പുലിയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീക്ക് പരിക്ക്. അമരമ്പലം പഞ്ചായത്തിലെ ഉപ്പുവള്ളി വഴിമൂച്ചിക്കൽ നഗറിലെ ജാനകി എന്ന 48-കാരിക്കാണ് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്ന് 2 മണിയോടെ നഗറിന് അടുത്തുള്ള കുളത്തിന്റെ കരയിൽ ഇരിക്കുകയായിരുന്നു ജാനകിയും ബന്ധുവായ അഭിഷ്ണയും. പെട്ടെന്ന് പുലിയുടെ ആക്രമണം ഉണ്ടായി. ജാനകി കയ്യിലിരുന്ന ഓലയുടെ മണൽ കൊണ്ടടിക്കുകയും ഒച്ച വയ്ക്കുകയും ചെയ്തതോടെയാണ് പുലിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഞങ്ങളവിടെ വെറുതെ ഇരിക്കുന്നു. അപ്പൊ അവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ആ തോടിന്റെ ഉള്ളിൽ നിന്നാണ് ചാടിയതാണ്. അപ്പൊ അമ്മേന്റെ കയ്യിൽ മട്ടിലുള്ളതുകൊണ്ട് അടിച്ചതാക്കി. വീണ്ടും കുറച്ചങ്ങോട്ട് പോവാള്ളൂ. കുളത്തിന്റെ ഇപ്പുറത്തൊരു റബ്ബർ തോട്ടുണ്ട്. അവിടെ ഇരിക്കുന്നതാണ്. പട്ടാപ്പകൽ ജനവാസ മേഖലയിലാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫയുടെയും പൂക്കോട്ടുപാടം CI രാജേന്ദ്രൻ നായർ എന്നിവരുടെയും നേതൃത്വത്തിൽ ജാനകിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ഇന്ന് ഏകദേശം 2 മണിയായപ്പോഴാണ് നിഷാദ്, ആ വാർഡിന്റെ മുൻ മെമ്പറാണ്, എന്നെ വിളിച്ചു. ഇങ്ങനെ അതെന്ന് പറഞ്ഞാൽ കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമൊന്നല്ല, ജനവാസ മേഖല. ടൗണിൽ 1 കിലോമീറ്റർ ഉള്ളു നമ്മൾ പുകമാൻ ടൗണിൽ നിന്ന്. ഇതിന് മുന്നേ അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യത്തെ സംഭവമാണ്. അപ്പൊ അങ്ങനെ വിളിച്ചു. ഞാൻ പഞ്ചായത്തിൽ നിന്ന് 2-3 മെമ്പർമാരായിട്ട് അവിടേക്ക് പോയിരുന്നു. പോണ വഴിയിലാണ് ഇവര് വിഷ്ണു പിന്നെ നമ്മളെ ജാനകി ചേച്ചിയും മുൻ മെമ്പറും കൂടി ഓട്ടോയിൽ വന്നപ്പം നമ്മൾ പഞ്ചായത്തിന്റെ വണ്ടിയിൽ തന്നെ ആ വഴിയിൽ നിന്ന് കയറ്റിയിട്ട് നമ്മൾ നേരെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ഡോക്ടർ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. മലയോര പ്രദേശമാണ് അമരമ്പലം ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാല്. അവിടെ കരടിന്റെ ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് TK കോളനി, തേൽപ്പാറ, പാട്ടുകാരും ഭാഗത്താണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങാട്ട് ടൗണിനോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വളരെ ഒരു ഷോക്കാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല്. ആളുകൾ തിങ്ങി പാർക്കുന്നിട്ട് ഇവർ ഈ പറഞ്ഞ ആ തോട്, കുളം എന്നൊക്കെ പറഞ്ഞാൽ വൈകുന്നേരം ആയാലും കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ വളരെ ഷോക്കാണ് ഞങ്ങൾക്ക്. മുഖത്തും തലയുടെ പിൻഭാഗത്തുമാണ് പുലിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത്. നിലമ്പൂർ സൌത്ത് DFO G ധനികലാൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തി ജാനകിയെ സന്ദർശിച്ചു. പുലി തന്നെയാകും ആക്രമിച്ചതെന്ന് DFO ധനികലാൽ പറഞ്ഞു. കോട്ടുംപാടം ഭാഗത്ത് കർളയിലേക്ക് വരുന്ന റൂട്ടില് ഒരു സ്ഥലത്തായിട്ട് പൂക്കോട്ടുംപാടം ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററുള്ള സ്ഥലത്ത് വെച്ച് ജാനകി എന്നൊരു സ്ത്രീ, ഏകദേശം 50 വയസ്സോളം വരുന്ന ജാനകി എന്ന സ്ത്രീയെ പുലി ആക്രമിച്ചതായതാണ് നമ്മുടെ അടുത്ത് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അത് കാരണം തന്നെ ഉടനെ തന്നെ അവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് വന്നാണ്. അവർ തലയിലൊരു മുറിവുണ്ട്, നെറ്റിയിൽ മുറിവുണ്ട്, കൈകളിൽ 2 മുറിവുണ്ട്, പുറത്തൊരു ചെറിയ മാന്ത് പോലത്തെ പാടുണ്ട്. എന്തായാലും ഞങ്ങൾ നേരിട്ട് തന്നെ ആ സ്ഥലം ഒന്ന് പരിശോധിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യും. കരടിക്ക് പുറമെ പുലി കൂടി ജനവാസ മേഖലയിലേക്ക് എത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണെന്നും അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ പറഞ്ഞു.
മലപ്പുറത്തിന്റെ കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ പകർന്ന് കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഓൺ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതി 2025-26 പ്രകാരം സംഘടിപ്പിക്കുന്ന ജില്ലാതല കാർഷിക പ്രദർശന വിപണന മേള ഹോർട്ടി മഹോത്സവ് 2026-ന് തുടക്കമായി. ജില്ലാ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഈ വിപണന മേള ഉണ്ടാക്കാം. കാർഷികരിൽ നിന്ന് നല്ല പച്ചക്കറികൾ വാങ്ങി അതിപ്രധാന അടുത്ത പ്രൊജക്ട് തന്നെ അതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഞങ്ങൾ ആലോചിക്കാം. അങ്ങനെ വെച്ചുകൊണ്ട് കർഷകരിൽ നിന്ന് വാങ്ങി അത് വിപണനം നടത്തുന്ന ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്ത് തന്നെ ആലോചിക്കാം. ഞാൻ ഒരു കാര്യം ഉറപ്പു തരികയാണ്, കാർഷിക രംഗത്ത് ഞാൻ ഈ അധികാരം ഏറ്റെടുത്തതിന്റെ പിറ്റേ ദിവസം ഈ പ്രസ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ കാർഷിക രംഗം ഞാൻ പറഞ്ഞു. കാർഷിക രംഗത്ത് വലിയ വിപ്ലവകരമായ മാറ്റം ജില്ലയിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആവർത്തിക്കുന്നു. നമ്മളെല്ലാവരും കൂടിയാൽ നമ്മുടെ മലപ്പുറത്തിന്റെ യശസ് കാർഷിക രംഗത്തും നമുക്ക് പൂർവോപരി ഉയർത്തി കാണിക്കാൻ കഴിയും. ജില്ലാ പഞ്ചായത്ത് കൂട്ടത്തിലുണ്ട്. വിഷരഹിത കൃഷി സാധ്യമാക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കണമെന്നും എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റം കഴിയുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ S. ബീന ചടങ്ങിൽ അധ്യക്ഷയായി. ഫെബ്രുവരി 6-7 തീയതികളിലായി നടക്കുന്ന കാർഷിക പ്രദർശന വിപണന മേളയിൽ വിവിധ ഇനം പച്ചക്കറികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, പഴവർഗ്ഗങ്ങൾ മുതലായവയുടെ നടീൽ വസ്തുക്കൾ, നാടൻ പഴം, പച്ചക്കറികൾ, വിവിധ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, തേൻ ഉൽപ്പന്നങ്ങൾ, കൂൺ കൃഷി യൂണിറ്റുകൾ, കൂൺ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശന വിപണനവും കാർഷിക യന്ത്രങ്ങൾ, സൂക്ഷ്മ ജലസേചനം എന്നിവയുടെ രജിസ്ട്രേഷൻ, ഹൈഡ്രോപോണിക്സ് കൃഷി മാതൃക, മണ്ണ് പരിശോധന തുടങ്ങിയവയും ഉണ്ടായിരിക്കും. മേളയോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി കർഷകർക്കും ഉദ്യോഗസ്ഥർക്കും കാർഷിക മേഖലയിലെ വിഷയങ്ങളെ ആസ്പദമാക്കി പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ AIF സോണൽ കോർഡിനേറ്റർ TS സുധാറാണിയുടെ നേതൃത്വത്തിൽ കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ, അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സാധ്യതകൾ എന്ന വിഷയത്തിലും ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ TK സൈഫുന്നിസയുടെ നേതൃത്വത്തിൽ MIDH പദ്ധതികളുടെ സാധ്യതകൾ, MIDH പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാം എന്നീ വിഷയങ്ങളിലും പെരിന്തൽമണ്ണ തനി അർബൻ ഫാമിംഗ് സർവീസസ് പ്രതിനിധി PS സച്ചിന്റെ നേതൃത്വത്തിൽ ഹൈഡ്രോപോണിക്സ് കൃഷി എന്ന വിഷയത്തിലും കൃഷി ഉദ്യോഗസ്ഥർക്ക് പരിശീലന പരിപാടി നടന്നു. ഫെബ്രുവരി 7-ന് രാവിലെ 10 മുതൽ 1 വരെ റിട്ടയർഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ AJ വിവൻസിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി വിളകളിലെ കൃത്യതാ കൃഷി എന്ന വിഷയത്തിൽ കർഷകർക്ക് പരിശീലന പരിപാടി നടക്കും. ചടങ്ങിൽ ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ മുസ്തഫ കുന്നത്തൊടി, ജില്ലാ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിയ ജോയ്, രാഷ്ട്രീയ പ്രതിനിധികളായ MK മുഹസിൻ, സുന്ദരൻ വില്ലോടി, KM ജോസ്, KP രാമനാഥൻ, രാജേഷ് കൊന്നത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ TK സൈഫുന്നീസ സ്വാഗതവും അങ്ങാടിപ്പുറം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷുഹൈബ് തൊട്ടിയൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും പങ്കെടുത്തു. മമ്പാട് റഹ്മത്ത് ആശുപത്രിയിലെ ഡോക്ടറെയും ജീവനക്കാരെയും മർദ്ദിച്ച പ്രതിയെ ഒരാഴ്ച കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാത്ത പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ IMA-യുടെ നേതൃത്വത്തിൽ DYSP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തുടർന്ന് DYSP-യുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് DYSP പറഞ്ഞു. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ജാമ്യം ലഭിക്കാത്ത കുറ്റം ചെയ്ത പ്രതിയുടെ അറസ്റ്റ് ഇനിയും വൈകിയാൽ പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് നീങ്ങുവാനും IMA ഹാളിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. IMA ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ജലജ, സെക്രട്ടറി ഡോക്ടർ ലക്ഷ്മി, കേന്ദ്ര പ്രവർത്തക സമിതി അംഗങ്ങളായ ഡോക്ടർ മനോജ് KT, ഡോക്ടർ ജലാൽ PM എന്നിവർ നേതൃത്വം നൽകി. മുൻ സെക്രട്ടറി ഡോക്ടർ ജലാലുദ്ദീൻ, ഡോക്ടർ ജോൺസൺ ഫ്രാൻസിസ്, ഡോക്ടർ ചാച്ചി, ഡോക്ടർ ആശിഷ, ഡോക്ടർ അഖില ഷാഹുൽ, ഡോക്ടർ ഷാൻഡി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച നിലമ്പൂർ നഗരസഭ മിനി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുന്ന മലപ്പുറം ജില്ലാ ട്രോമ കെയർ 1ാം ഘട്ട വാളണ്ടിയർ പരിശീലന ക്ലാസിന്റെ ഡെമോ വാഹന പ്രചരണം നടന്നു. നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പരിപാടി നിലമ്പൂർ SI തോമസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. പൂക്കോട്ടുപാടം, കരളായി, വഴിക്കടവ്, എടക്കര, ചുങ്കത്തറ ബസ് സ്റ്റാൻഡ്, മാർത്തോമ കോളേജ്, ചന്തക്കുന്ന്, മമ്പാട് എന്നിവിടങ്ങളിലെ പ്രചരണത്തിന് ശേഷം വൈകിട്ട് 7 മണിയോടെ വണ്ടൂരിൽ സമാപിച്ചു.
വിവിധ പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികൾ ഒന്നടങ്കം പ്രചാരണത്തോട് സഹകരിക്കുകയും വിവിധയിടങ്ങളിലെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. വീട്ടിലൊരു ട്രോമ കെയർ വളണ്ടിയർ എന്നത് ആവശ്യത്തിലധികം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ പൊതുജനങ്ങളിൽ നിന്നും അനുകൂലമായ നല്ല പ്രതികരണമാണ് ഉണ്ടായത്. എല്ലായിടത്തും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും തടിച്ചുകൂടുകയും ഉണ്ടായി. മലപ്പുറം ജില്ലാ ട്രോമ കെയർ ട്രെയിനർമാരായ നൂർ മുഹമ്മദ് മലപ്പുറം, ഷമീർ അലി മലപ്പുറം, ഉബൈദ് കാളിക്കാവ്, സാനിയ വാഴക്കാട്, റംസിയ വാഴക്കാട്, യൂനുസ് രാമൻകുത്ത്, അഷ്റഫ് വണ്ടൂർ, പി കെ മുജീബ് നിലമ്പൂർ എന്നിവർ നേതൃത്വം നൽകി. 2026-27 വാർഷിക പദ്ധതിയിൽ ഭിന്നശേഷി വിഭാഗത്തിന് ഉൾപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങൾക്കായി വിപുലമായി ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി ചെയർമാൻ നാസർ തെറ്റത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ റിയാസ് ചുങ്കത്തറ, റെജി ജോണി, ഷാഹുൽ മുനീർ, സുനിത സുഭാഷിണി എന്നിവർ സംസാരിച്ചു. ഗ്രാമത്തിന്റെ സമഗ്ര വികസനത്തിന് വഴികാട്ടിയായി നവതരംഗം വായനശാല, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, നാട്ടുകൂട്ടം ജനസഭ സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത പരിപാടിയിൽ അമരമ്പലം പഞ്ചായത്തിലെ 16-ാം വാർഡ് പൂക്കോട്ടുംപാടത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി. പഞ്ചായത്തിന്റെ പ്രധാന പ്രവേശന കവാടവും പൂക്കോട്ടുപാടം അങ്ങാടിയുടെ പകുതിയോളവും ഉൾക്കൊള്ളുന്ന വാർഡാണിത്. പൂക്കോട്ടുപാടം അങ്ങാടിയിൽ ഉൾപ്പെടെയുള്ള തെരുവുനായ ശല്യത്തിന് പരിഹാരം, കോട്ടപ്പുഴ പാലത്തിന് സമീപം മനോഹരമാക്കി പുഴയിലേക്ക് ഇറങ്ങുവാനുള്ള വഴി നന്നാക്കുക, ഇവിടെ പഞ്ചായത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ലിസ്റ്റും ദൂരവും അടയാളപ്പെടുത്തിയിട്ടുള്ള സൂചനാ ബോർഡ് സ്ഥാപിക്കുക, കോട്ടപ്പുഴയുടെ സൗന്ദര്യവും ശാന്തതയും ആസ്വദിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുക, പായമ്പാടം മൂച്ചിക്കലിൽ നിന്നും ഗാലക്സി തിയേറ്ററിന്റെ പുറകിലൂടെ വാളക്കുളം പുഴയിലേക്കുള്ള പൊതുമരാമത്ത് വഴി ഉപയോഗപ്പെടുത്തി മിനി പാർക്ക്, ഓപ്പൺ ജിം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയായി. പാർക്കിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ ലയൺസ് ക്ലബ്ബ് പ്രഖ്യാപിച്ചു. പായമ്പാടം ഗവൺമെന്റ് LP സ്കൂളിന്റെ സ്ഥലം റീസർവേ നടത്തി ചുറ്റുമതിൽ, ഇതിലൂടെയുള്ള വഴിത്തർക്കത്തിന് പരിഹാരം, സ്കൂളിന്റെ മുൻവശത്ത് ബസ് ബേ എന്നീ ആശയങ്ങളും ചർച്ചയായി. ബസ് ബേക്കായി സൗകര്യമൊരുക്കിയാൽ 20 വർഷം ഈ സ്കൂളിലെ അധ്യാപികയായിരുന്ന ജാക്വലിൻ ടീച്ചറിന്റെ പേരിൽ സാമ്പത്തികം അനുവദിക്കുമെന്ന് മകൻ ടെറൻസ് ഡിൽസണും വാഗ്ദാനം ചെയ്തു. കൂരാട് റോഡ് കൂടിച്ചേരുന്ന മൂച്ചിക്കൽ ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പ്, TK കോളനി ടൂറിസം കേന്ദ്രം വിപുലീകരണം, വാർഡിന്റെ വിവിധയിടങ്ങളിൽ ഹൈമാസ് ലൈറ്റ്, റോഡുകളുടെ നവീകരണം, കോട്ടപ്പുഴ സംരക്ഷണം, വട്ടപ്പാടം കടവ് ഭാഗത്ത് സ്ഥിരം തടയണ, നവതരംഗം വായനശാലയെ റഫറൽ ലൈബ്രറിയായി ഉയർത്തി വായനശാലയോട് ചേർന്ന് ഓപ്പൺ സ്റ്റേജ്, മിനി പാർക്ക് തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി. വായനശാല പരിസരത്ത് നടന്ന പരിപാടി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം K രത്നകുമാർ അധ്യക്ഷനായി. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റഫീഖ മറ്റത്തൂർ, വില്ലേജ് അസിസ്റ്റന്റ് M പ്രദീപ്, കൃഷി അസിസ്റ്റന്റ് MS ഷിബുകുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് C സുജാത, PV കരുണാകരൻ, DT മുഹമ്മദ്, അനിൽ പ്രസാദ്, അൻവർ തെക്കോടൻ, ഷൈൻ മംഗലത്ത്, പുലത്ത് ഷരീഫ്, അമ്മിണി സീതക്കുന്നേൽ, വായനശാല ഭാരവാഹികളായ V സജിത്, P ഷാജി നവാസ്, K സുനിൽ ബാബു, A ബിനേഷ്, ലൈബ്രറിയൻ ജിൻഷ സുനിൽ എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം അന്തരീക്ഷ താപം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തീപിടുത്ത സാധ്യത ഒഴിവാക്കുന്നതിനായി മമ്പാട് ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തിരുവാലി ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഫയർ ഓഡിറ്റ് നടത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പരിശീലനവും സംഘടിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരോജിനി ടീച്ചർ, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഓഫീസർമാരായ നജമുദ്ദീൻ ഇല്യാസ്, HI PP ഷമീർ, എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥൻ ഫിറോസ് RP, നാസർ VT എന്നിവർ പങ്കെടുത്തു. പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ 1-2 അത്യാവശ്യം കുറച്ച് നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധമായി വന്നു. വളരെ സന്തോഷമായി. എല്ലാവരും നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സജീവമായി ഇടപെടാനുള്ള തയ്യാറെടുപ്പിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാവുകങ്ങൾ നിന്നുകൊണ്ട് ഞാൻ ഈ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് നിർത്തുന്നു. പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജോസ് മാത്യു, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷറഫുനീസ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു കുന്നുമൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് ആക്കപ്പറമ്പൻ, മറ്റ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു. വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും 5,11,00,000
4000 രൂപയുടെ വികസന ഫണ്ടിൽ കൃഷിക്കും മൃഗസംരക്ഷണത്തിനും പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനും ഉതകുന്ന പദ്ധതികളാണ് ആസൂത്രണ സമിതിയിലും വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും ഉയർന്നു വന്നത്. ഈ നിർദ്ദേശങ്ങൾ 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് അന്തിമമാക്കുന്നതിനും തീരുമാനിച്ചു. INTUC നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീനിയർ കോൺഗ്രസ് നേതാവും INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കല്ലായി മുഹമ്മദ് അലിയുടെ 5ാം അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രിയങ്കരനായ നേതാവായിരുന്ന കല്ലായി മുഹമ്മദ് അലിയുടെ 5ാം അനുസ്മരണം നിലമ്പൂർ ചോക്കാട് ശാന്തി സദനത്തിലെ പ്രിയപ്പെട്ട അമ്മമാർക്കൊപ്പവും കൂടപ്പിറപ്പുകൾക്കൊപ്പവും അനുസ്മരിച്ചു. കൂടപ്പിറപ്പുകളെ വേണ്ടുവോളം ചേർത്ത് പിടിച്ച ഒരിടം, അവർക്ക് കാവലിരിക്കുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ ദൈവത്തിന്റെ സ്വന്തം മാലാഖമാരും INTUC നേതാക്കളായ ആഷിഫ് TMS, റഹീം ചോലയിൽ, നജീബ് PP, അമീർ വള്ളിക്കാടൻ, നിയോജകമണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ, ഷമീർ കൊട്ടമ്പാള, ഉമ്മർ കോയ വല്ലപ്പുഴ, വാവ അഷ്റഫ്, ഫൈസൽ തയ്യിൽ, ഫർഹാൻ VP, മുഹസിൻ ഏനാദി, അഫലഹ് ഉദരംപൊയിൽ എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.